ഈ വർഷത്തെ അഡ്മിഷന്റെ സീസൺ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വർഷം തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് അഡ്മിഷന്റെ ആവശ്യമായിട്ട് വരുന്നുണ്ടായിരുന്നു. ആ വരുന്ന ടൈമില് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലെ, അതായത് ഈ മുമ്പത്തെ അധ്യയന വർഷം, അതിന് മുമ്പത്തെ അധ്യയന വർഷത്തിലേക്ക് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ടായിരുന്നു. അവര് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ നീറ്റിന്റെ വീഡിയോ ഇട്ട ആ ഒരു ടൈമിലും, അതേപോലെ തന്നെ നമ്മള് എഡ്യൂക്കേഷൻ ലോണിന്റെ ഒക്കെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ റൊട്ടേറ്റ് ചെയ്ത ടൈമിലൊക്കെ ഒരുപാട് കുട്ടികൾ പേഴ്സണലി മെസ്സേജ് അയച്ചു. അപ്പൊ ആ മെസ്സേജ് അയച്ചതിനകത്തുകൊണ്ട് ഞാൻ പല കണ്ടന്റുകളും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ നോട്ട് ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 85% മുകളിലുള്ള, അതേപോലെ തന്നെ 95 മുകളിലുള്ള കുറെ കുട്ടികൾ നീറ്റ് റീ അപ്പിയർ ചെയ്തതും, അതേപോലെ തന്നെ അല്ലാതെ നാട്ടിലെ LBS നോക്കിയിരുന്നിട്ട് ഒരു വർഷം പോയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാറുണ്ട്. അതായത് നിങ്ങളുടെ ഒരു കാറ്റഗറി, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുന്ന ഒരു കാറ്റഗറിയാണ്. കാര്യം ഒരുപാട് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് തന്നെ നിങ്ങൾ ഒന്നിലും സാറ്റിസ്ഫൈഡ് ആവില്ല. മെന്റലി നിങ്ങൾ ആ പഠിത്തത്തിന് അർഹതയുള്ള തലത്തിലോട്ട്, അതായത് ഈ 70-60% മാർക്കുള്ളവനൊക്കെ BSc നഴ്സിംഗും അതുപോലുള്ള കോഴ്സുകളൊക്കെ എടുത്തു കഴിയുമ്പോൾ, അല്ലെ പാരാമെഡിക്കൽ പോലുള്ള കോഴ്സുകൾ നോർമലി ഇപ്പൊ ഈ മാനേജ്മെന്റിന് സീറ്റ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് എങ്ങനെ അവരുടെ കൂടെ ഇരിക്കുന്നേ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും എഫോർട്ട് എടുത്തിട്ട് അവരുടെ കൂടെ എങ്ങനെ ഇരിക്കുന്നേ, കുറച്ചുകൂടി ഉയർന്നതായിട്ട് എന്തെങ്കിലും വേണം എന്ന് ചിന്തിക്കുന്ന മെന്റാലിറ്റി എന്നാണ് നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീറ്റിന്റെയും കീമിന്റെയും ഒരു വർഷം റിപ്പീറ്റിന്റെയും, അതേപോലെ തന്നെ നാട്ടിലെ LBS നോക്കിയിരുന്നിട്ട് ഒരു വർഷം, അതൊരു സൈക്കോളജിയാണ്, ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്. അതിനെ ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷെ അന്നേരം നിങ്ങൾക്ക് ഉണ്ടാവുന്ന അക്കാഡമിക്കലി, അതേപോലെ തന്നെ നിങ്ങൾ മുമ്പോട്ടുള്ള ലൈഫിൽ, നിങ്ങളുടെ കരിയറിലും ഒക്കെ ഉണ്ടാവാൻ പോകുന്ന റെക്കോർഡിക്കലി വരുന്നൊരു കാര്യമുണ്ട്, ഇയർ ഗ്യാപ്പ്. ഇയർ ഗ്യാപ്പ് പ്രശ്നമല്ല എന്ന് പലരും പറയാറുണ്ട്, പ്രശ്നമാണെന്നും പറയാറുണ്ട്. ഒരു സിറ്റുവേഷൻ ആണ് ഇയർ ഗ്യാപ്പ് പ്രശ്നമാവുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും ഇയർ ഗ്യാപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ഒരു ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് എന്നാ ഇയർ ഗ്യാപ്പ് വേണമെന്ന് പറയുന്ന ഒരാളും ഞാൻ അങ്ങനെ ഞാൻ പറയാറുണ്ട്. അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ 2-3 വർഷം ജോലി ചെയ്തതിന് ശേഷം പിന്നെ PG എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത്. പക്ഷെ +2 കഴിഞ്ഞിട്ടുള്ള ഇയർ ഗ്യാപ്പ് നിങ്ങൾക്ക് അത്ര നല്ലതായിരിക്കത്തില്ല. അതിന്റെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വരുന്ന ജോലിയോ കരിയറോ ഒന്നുമല്ല, ഈ ലോകം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ലോകം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഒരു വർഷത്തെ കുട്ടി തൊട്ട് താഴത്തെ കുട്ടികളും തമ്മിൽ, അതായത് ഒരു ഒറ്റ വർഷത്തെ ഗ്യാപ്പിൽ തന്നെ ഭയങ്കര വ്യത്യാസമാണ്. ടെക്നോളജിക്കലി അവർ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരിക്കും, അവരുടെ ക്യാരക്ടറിനകത്ത് അനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ഇവര് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഇവര് പിന്നെ പഠിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെക്കാട്ടിലും ഏജ് കുറഞ്ഞ ആൾക്കാരുടെ കൂടെ ആയിരിക്കും. ഏജ് കുറഞ്ഞ ആൾക്കാരുടെ കൂടെ നമ്മൾ ആ ഒരു 18 വയസ്സിലുള്ളവരുടെ കൂടെ ഒക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. നാളെ ഒരു കരിയറിലോട്ട് വരുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ വരും. അത് നിങ്ങൾക്ക് യൂസ്ഡ് ആവുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അതൊന്ന്. 2, മറ്റവര് പെട്ടെന്ന് പോയി സെറ്റിൽ ആവുകയും നിങ്ങൾ ബാക്കിൽ വന്ന് സെറ്റിൽ ആവുകയും ചെയ്യുന്ന ആൾക്കാരാവും. അപ്പൊ നിങ്ങളുടെ സാധ്യതകൾ ഒരു പക്ഷേ കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ട്രെൻഡ് മാറ്റണം. അതായത് നമുക്ക് അത് പറ്റത്തില്ല, അത് നമ്മൾ അത്രയും പഠിച്ചത് കൊണ്ട് നമുക്ക് അതേ പറ്റുള്ളൂ എന്നൊരു തിങ്ങിൽ വരരുത്. നിങ്ങൾക്ക് മാക്സിമം, അല്ലെങ്കിൽ നിങ്ങളൊരു 1 ഇയർ ട്രൈ ചെയ്യുന്നെങ്കിൽ ചെയ്തു. 1 ഇയർ നിങ്ങൾ എന്തിനേലും വേണ്ടി ആ ഒരു ഗ്യാപ്പ് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ചെയ്തോ. അല്ലെങ്കിൽ ആ ഈ 1 ഇയറിലും നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സോ, ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സോ, ചെറിയ ഓൺലൈൻ കോഴ്സസോ, എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ ഉള്ളത് എടുത്തു വെക്കുക. നിങ്ങൾക്ക് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഏറ്റെടുക്കുക. പിന്നെ ദയവ് ചെയ്ത് +2 എക്സാം റിസൾട്ട് വന്നതിന് ശേഷം മാത്രം നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യാൻ നിൽക്കാതെ, നേരത്തെ ഒരു 8-ലും 9-ലും തൊട്ടേ അതിനുള്ള ഗൈഡൻസ് കാര്യങ്ങൾ, ഞാൻ അങ്ങനെ മീൻസ് ആ ഒരു പ്രായത്തിൽ തന്നെ കുട്ടികളെ ഞാൻ സംസാരിക്കാറുണ്ട്. ആ ഒരു പ്രായത്തിൽ തന്നെ സംസാരിച്ച് അവരെ ക്ലിയർ ചെയ്ത് അവരെ ഒരു കോഴ്സിലോട്ട് കൊണ്ടുവന്ന് ഒരു +1 +2 അതിനുശേഷം ഓപ്റ്റ് ചെയ്യുക. അവരുടെ കരിയർ എന്താണോ അതനുസരിച്ച് വേണം അവർ +1 +2 എടുക്കാൻ. എങ്കിലേ +1 +2 കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും ആ കോളേജുകളും കാര്യങ്ങളൊക്കെ നോക്കി വെക്കാനും പ്രോപ്പറായിട്ട് പോകാനും പറ്റുള്ളൂ. അല്ലാതെ ഏറ്റവും അവസാനം വന്നിട്ട് നിങ്ങൾ ഈ പിടിക്കാൻ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും +2 മാർക്ക് സ്കോർ ചെയ്തിട്ട് നിങ്ങൾ ബാക്കിലോട്ട് പോകുന്നത്. ഇപ്പൊ എൻട്രൻസോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ അത് നോക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പിന്നെ അതിന്റെ പ്രിപ്പറേഷൻ, എൻട്രൻസിന്റെ പ്രിപ്പറേഷൻ ആ +1 10ാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുക.
അപ്പൊ ഒരു പക്ഷെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് ആ ഒരു +2 കഴിഞ്ഞിട്ട് ഉടനെ എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ അനലൈസ് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് പറ്റുന്ന പണിയാണോ അല്ലയോ എന്നുള്ളത്. അല്ലെങ്കിൽ പോട്ടെ, ഒരു വർഷം കൂടെ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം കംപ്ലീറ്റ്ലി. ആ ടൈമിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ എടുത്താൽ അത് കവറപ്പ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് നോക്കാം. എന്നിട്ടും അതിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത് തികച്ചും മണ്ടത്തരമായ ഒരു കാര്യമാണ്. ഞാൻ മറ്റു വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഈ ഒരു ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കുട്ടികൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഈ രീതിയിൽ. അവരുടെ ആ ഒരു പ്രശ്നം, ആ പേരൻസിന്റെ ഒക്കെ ആ ഒരു വിഷമവും കാര്യങ്ങളും കണ്ടിട്ടാണ്. പേരൻസ് അതുപോലെ നമ്മളോട് പലരും കരഞ്ഞു എടുത്തുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ കാരണം എന്റെ കുട്ടി ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവർക്ക് കിട്ടിയില്ലല്ലോ എന്നൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ അവർ സാറ്റിസ്ഫൈഡ് ആവാൻ മെന്റലി പറ്റുന്നില്ല. കാര്യം അത്രയും ആഗ്രഹിച്ചു മക്കൾക്ക് ആ ഒരു സിറ്റുവേഷന്. മക്കൾക്ക് മാനേജ്മെന്റ് സീറ്റ് എടുത്ത്, ചിലർക്ക് പൈസയുണ്ട് മാനേജ്മെന്റ് സീറ്റ് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞാലും കുട്ടികളുടെ ആ ഒരു ഫീലിങ്സ് അവരെയും കൊണ്ട് അത് കാര്യം പഠിച്ച് തന്നെ കിട്ടണമെന്നുള്ള ഒരു ഫീലിങ്സ് ഒക്കെ വരുന്നത് കൊണ്ട് അത് ഇതാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പ കാലഘട്ടത്തിൽ കൊച്ചുനാട് തന്നെ അവരോട് ഇത് പറഞ്ഞ് ഇത് തന്നെ ഫീഡ് ചെയ്ത് അവരുടെ മനസ്സിൽ വരുന്നതിന്റെ പ്രശ്നമാണ്. നിങ്ങൾ ഒരുപാട് നേരത്തെ പറയരുത്. ഇത് എക്സാക്ട് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിയുമ്പോൾ തൊട്ടാണ് കുട്ടികളുടെ മനസ്സിലോട്ട് നമുക്ക് അവരുടെ എന്താണ് എക്സാക്ട് എന്ന് അവരെ തിരിച്ചറിഞ്ഞിട്ട് ആ തിരിച്ചറിഞ്ഞതിലൂടെ അവരെ എത്തിക്കാൻ. അല്ലാതെ നമ്മളായിട്ടൊരു സംഭവം എത്തിക്കാതെ തിരിച്ചറിഞ്ഞതിലൂടെ അവരെ എത്തിക്കാൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് തന്നെ ഇയർ ഗ്യാപ്പും കേരളത്തിലെ LBSഉം. എന്നിട്ട് കേരളത്തിലെ LBSനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇത്ര സീറ്റ് മാത്രമേ ഉള്ളൂ. ഇത്ര സീറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ സാമാന്യ കോമൺ സെൻസോടുകൂടി ചിന്തിക്കുക. ഈ 75, 78, 80, 85, 90 ഉള്ളവരും വരെ ഇപ്പോഴും നേഴ്സിംഗും പാരാമെഡിക്കലും ഒക്കെ ജനറൽ കാറ്റഗറി ഉള്ളവരൊക്കെ നോക്കിയിരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. നിങ്ങള് നിങ്ങൾ ശ്രമിക്കുന്നതോറും നിങ്ങളുടെ ഒരു വർഷം പോവും. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെയാണ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ തെറ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അംഗീകാര കാര്യങ്ങളുള്ള വേറെ സംസ്ഥാനങ്ങളിലുള്ള കോളേജുകളിലോട്ട് നിങ്ങൾ നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അതിലോട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. അല്ലാതെ ഇത്രയും മാർക്ക് വാങ്ങിച്ചു ഇത് തന്നെ പറ്റുള്ളൂ, ഞങ്ങളൊക്കെ പറയുന്നത് ചുമ്മാതാണ് എന്ന് പറയുന്നതിനൊന്നും ഒരു കാര്യമില്ല. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. എത്രയോ കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നവർ ഒരു വർഷം കളയും. അതുകൊണ്ട് ദയവ് ചെയ്ത് LBS ഇയർ ഗ്യാപ്പ് മെന്റലി ഒരു പ്രശ്നമാണ്. അതേപോലെ തന്നെ ജോലിക്കും ഒരു പക്ഷേ യൂറോപ്യൻ കൺട്രികളിലോട്ടൊക്കെ പോകുമ്പോൾ ഇതൊരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. കരിയറിൽ അത് ബുദ്ധിമുട്ടാവും. അതേപോലെ തന്നെ LBS നോക്കി നിൽക്കുന്നവരും കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. നീറ്റിന്റെ ഇതിൽ നിന്ന് അവർ ഡെസ്പ് ആവും. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. പൈസ നഷ്ടമുണ്ട്. കുട്ടികൾക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്ന ഇത് മാറും. ആൾക്കാരുടെ ലൈഫ് സ്പാൻ ഇപ്പൊ ഭയങ്കര കുറവാണ്. അവരുടെ ജീവിത ഒരു രീതികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ തന്നെ ഫ്യൂച്ചറിനെ ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യതകൾ മൊത്തം നഷ്ടപ്പെടും. എല്ലാം കൊണ്ടും നഷ്ടം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പോസിറ്റീവായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇയർ ഗ്യാപ്പ് ഒഴിവാക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വഴി പറഞ്ഞു തന്ന പോലെ ഒരു 1 ഇയർ നിങ്ങൾ നോക്കുക. ആ 1 ഇയറിന്റെ ഗ്യാപ്പ് നിങ്ങൾ എന്തെങ്കിലും അംഗീകാരമുള്ള സർട്ടിഫിക്കേഷൻ കൊണ്ട് കവറപ്പ് ചെയ്യാൻ നോക്കുക. ഈ ഒരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. സോ ഇത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരിലോട്ട് എത്തിച്ചു കൊടുക്കുക. അവരോട് കൂടുതലായിട്ട് സംസാരിക്കണമെങ്കിൽ ഞാൻ പേഴ്സണലി സംസാരിക്കാം. എന്റെ നമ്പര് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി നല്ലൊരു പാതയിലോട്ട് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇതിനെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇങ്ങനത്തെ മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങളിൽ തുടർന്നും നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും സപ്പോർട്ട് ചെയ്തും കൂടെ ഉണ്ടാവും. ഞാൻ എന്നും കൂടെ ഉണ്ടാവും. ഓക്കെ, സോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.